ഇക്കാരോട് മാത്രമല്ല എല്ലാവരോടുള്ള അമ്മയും പാവ. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്നാലും ഒരു ദേഷ്യമുള്ളത് അല്ല. ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു റോളൊക്കെ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റോളുള്ളൂ. അല്ല, അഭിനയിച്ചപ്പോ എന്റെ ദേഷ്യമുള്ള ഇങ്ങോട്ട് അപ്പൊ ഞാൻ തിരിച്ചു കൊടുക്കും. ഇല്ല, തെറ്റേതൊന്നും പറയൂല. ഒന്നുകൂടെ ചെയ്തോളാൻ പറയും, കുഴപ്പമില്ലെന്നൊക്കെ പറയും. വീട്ടിൽ പോയതിനു ശേഷവും ഇതിനെക്കുറിച്ച് സംസാരം ഉണ്ടാവുമല്ലോ, വൈഫിന്റെ കുട്ടിയുടെ അടുത്താണ്. ആ സിനിമ കണ്ടുപോയി കഴിഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു വീട്ടില്. നമ്മൾ ഈ പ്രത്യേകിച്ച് ഇതിന്റെ ടുവേർഡ്സ് എൻഡ് വരുമ്പോ കമർ എഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗും കണ്ടു. അച്ഛനും അമ്മയും എന്റെയും അച്ഛനും അമ്മയും വിളിച്ചിട്ടാണോ ഞാൻ താഴത്തേക്ക് വന്നത് എന്ന് ചോദിച്ചിട്ടുള്ളൊരു സീനുണ്ടല്ലോ. ആ സീനായിരുന്നു ശരിക്കും നമുക്ക് എല്ലാവർക്കും ആ സിനിമയുടെ അവസാനം കണ്ണു നിറഞ്ഞ് ഇറങ്ങാനുള്ള ഒരു കാരണം. അതിന്റെ ഹാങ് ഓവർ ശരിക്കും നമുക്ക് വീട്ടിലെത്തിയപ്പോഴുണ്ടായിരുന്നു. നമ്മുടെ കുട്ടികളെ പറ്റിയിട്ടും ദേഷ്യം വരുമ്പോൾ നമ്മൾ കുട്ടികളോട് ഷൗട്ട് ചെയ്യാറുണ്ട്, വേണമെങ്കിൽ ഒരു ചെറിയ തട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ആ കുട്ടികൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതും ഒക്കെ ഈ ഒരു ഡയലോഗിന്റെ പുറകിലുണ്ട്. നമ്മൾ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഭൂമിയിലേക്ക് വന്നതെന്നും ഇവര് നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്നും ഒക്കെ ഉള്ളത്. അപ്പൊ അതൊക്കെ ആയിരുന്നു ശരിക്കും സിനിമ കഴിഞ്ഞ് പോയപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഇതിലെ പല സീക്വൻസ് ഇപ്പം എനിക്കറിയാവുന്ന പല വീടുകളിലും കുട്ടികളുടെ പ്ലേലിസ്റ്റിലേക്ക് ജപ്പു സോങ് കയറി, ജപ്പുവിന്റെ കുസൃതികൾ കയറി, മാവിന്റെ മറ്റേ ഇഡ്ലിമാവ് പൊട്ടിച്ച് അടുക്കളയിൽ ഒഴിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ അയച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ജപ്പുവിന്റെ കുസൃതിയും ജപ്പുവിന്റെ വീട്ടിലെ അവസ്ഥയും ജപ്പുവിന്റെ വീട്ടുകാര് ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ എല്ലാ വീടുകളിലും സംസാരമായി തുടങ്ങിയിട്ടുണ്ട്.